പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവരെ, ഇന്ന് തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും എപ്രകാരമായിരിക്കണം എന്ന് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുവിന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് പൂർണ്ണമായ സമർപ്പണമാണ്. തന്നെ തന്നെ പരിത്യജിക്കാത്ത യേശുവിന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ഈ ബൈബിൾ ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. എഡ്വിൻ നെയിൽ ആംസ്ട്രോങ് എന്ന ബാലൻ അമേരിക്കയിലെ ഒഹായിയിൽ 1930 ഓഗസ്റ്റ് 5-ാം തീയതി ജനിച്ചു. ആ ബാലന്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു ഒരു പൈലറ്റായി തീരുക എന്നുള്ളത്. 16-ാം വയസ്സിൽ തന്നെ തന്റെ ആഗ്രഹം സഫലീകരിക്കുകയാണ് ആ ബാലൻ. വളരും തോറും തന്റെ ആഗ്രഹങ്ങളുടെ ആഴവും കൂടിക്കൊണ്ടിരുന്നു ആ ബാലന്റെ മനസ്സിൽ. 1969 ചരിത്ര പ്രസിദ്ധമായ അപ്പോളോ കമാൻഡോ മിഷനിൽ കമാൻഡോ ആയിരുന്നു ആംസ്ട്രോങ്. ആ ബാലന്റെ ആഗ്രഹം പിന്നീട് വളരെയധികം മുന്നേറുകയാണ്. തന്റെ കൂട്ടുകാരുടെയും ചന്ദ്രനിലേക്ക് കടക്കുക എന്നുള്ള ആഗ്രഹം വളരെയധികം ദുഷ്കരം നിറഞ്ഞ, തന്റെ ലക്ഷ്യം വളരെയധികം ദുഷ്കരം നിറഞ്ഞതും പ്രയാസവുമാണെന്ന് അറിയാമെങ്കിൽ പോലും അത് നേടിയെടുക്കുക, ആ നിശ്ചയദാർഢ്യം ആംസ്ട്രോങ്ങിനെയും കൂട്ടരെയും ബലപ്പെടുത്തി. 1969 ജൂലൈ 20-ാം തീയതി ആ ചരിത്ര സംഭവം നടക്കുകയാണ്. ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിൽ കാലുകുത്തി. അവിടെ വെച്ചുകൊണ്ട് മാനവരാശിയുടെ മുഴുവൻ ചരിത്ര പ്രസിദ്ധത്തിൽ ഇടം നേടുകയാണ് ആംസ്ട്രോങ്ങും കൂട്ടരും. ചന്ദ്രനിൽ കാലുകുത്തിക്കൊണ്ട് ആംസ്ട്രോങ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: "One small step for a man, one giant leap for mankind." എല്ലാവരുടെയും അഭിമാന നിമിഷമായ സമയം, സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ആ ചരിത്ര സംഭവം, തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന ആംസ്ട്രോങ്ങിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെടുത്തി മറ്റൊന്ന് നേടുന്ന ഒരവസ്ഥ. നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള 5 പവന്റെ മാല നമ്മൾ പണയം വെച്ച് 10,000 രൂപ നേടുന്നു. ചിലപ്പോൾ നമ്മൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ നമ്മുടെ മാല നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോഴും നമുക്ക് ആവശ്യമുള്ള പണമാണ് നമ്മുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് യേശുവിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട്, യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നാം ഓരോരുത്തരുടെയും അവസ്ഥ. നമ്മുടെ പാതകൾ ചിലപ്പോൾ ദുർഘടമായേക്കാം, ചിലപ്പോൾ നമ്മുടെ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോഴൊക്കെയും യേശുവിന് വേണ്ടി തന്നെ തന്നെ നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് യേശുവിന്റെ ശിഷ്യന്മാർ. ആ ശിഷ്യത്വം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, "സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടിയെടുക്കും." പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലും ഇതുതന്നെയാണ് യേശു തമ്പുരാൻ നമ്മളോട് പറയുന്നത്. യേശുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് നമ്മൾ കണ്ടെത്തും. നമ്മളെ തന്നെ യേശുവിന് വിട്ടു നൽകിക്കൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ അർത്ഥവത്തുള്ളതായി തീരുമെന്ന് തന്നെ യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, കുരിശെന്ന് പറയുന്നത് പല സഹനങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടേക്കാം, പല സഹനങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോഴൊക്കെയും യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിന് ശിഷ്യനായി തീരുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു സമർപ്പണമാണ്.
വളരെയധികം വില കൊടുക്കേണ്ട ഒന്നാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല സഹനങ്ങൾ കടന്നു വന്നേക്കാം. അപ്പോഴൊക്കെയും പിന്തിരിഞ്ഞു പോകാതെ മുന്നോട്ട് പോകുവാൻ, യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഈ വേദഭാഗത്തിന്റെ അവസാനം 35-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഉപ്പ് എന്ന് പറയുന്നത് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടുന്നതും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും വളരെയധികം പ്രയോജനമുള്ള ഒന്നാണ്. പക്ഷെ അതിന്റെ ഉറകെട്ട് പോയാൽ ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥ. നമ്മുടെ ശിഷ്യത്വം എന്ന് പറയുന്നതും ഇതുപോലെയായി തീരരുത്. യേശു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. സ്ഥായിയായതും കാലക്രമത്തിൽ ക്ഷയിക്കാത്തതുമായ വിശ്വസ്തതയുള്ള ശിഷ്യത്വം. പ്രിയ സഹോദരങ്ങളെ, യേശു നമ്മൾ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. മാമോദീസായിലൂടെ യേശുവിന് ശിഷ്യന്മാരായി തീരുന്ന നാം ഓരോരുത്തരും അത് വിശ്വസ്തയോടെ മുറുകെ പിടിച്ചുകൊണ്ട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കാതെ യേശുവിനോട് കൂടെ ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ള ശിഷ്യന്മാരായി എല്ലാം പരിത്യജിച്ച് യേശുവിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം പരിത്യജിച്ച് പല പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോഴൊക്കെയും അതൊന്നും നമ്മുടെ ശിഷ്യത്വത്തെ മുറിക്കപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ.